ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. ഒരാഴ്ചയിലെ, അതായത് അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷം ഞാനിതിൽ പറയുന്നുണ്ട്. അതും അടിപൊളി വിശേഷം തന്നെയാണ്. ഇതുവരെ നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന പല കാര്യങ്ങളും തെളിയാൻ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതിക്കിട്ട് ചന്ദ്ര 8ന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണല്ലോ നിങ്ങൾ കണ്ടത്. ഗതി കെട്ട് നമ്മുടെ ശ്രുതി എന്ന് വേണമെങ്കിൽ പറയാം. ചൊവ്വേ നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിൻ്റെ അടുത്ത് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, പോട്ടെ ഒന്ന് ചൊവ്വേ നേരെ കണ്ണടയ്ക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥ. അതിനോടൊപ്പം തന്നെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരവസ്ഥ. അങ്ങനെയൊന്നും നമ്മുടെ ശ്രുതി ചെയ്തിട്ടില്ല. എല്ലാം രേവതിനെ ആശ്രയിച്ചായിരുന്നല്ലോ ഇത്രയും നാള് ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ശരിയാക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പം തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ടി വരുന്നു. കോലമൊക്കെ തന്നെ ഇടേണ്ടി വരുന്നു. നമ്മുടെ ശ്രുതി ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചന്ദ്ര ചെയ്യിപ്പിക്കുകയാണ്. സഹി കേട്ടിട്ട് നമ്മുടെ ശ്രുതി പറയാണ്, എനിക്ക് ഇനി ഇവിടുന്ന് ഭക്ഷണം വേണ്ട, ഞാൻ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നില്ല. ഉപ്പില്ലാത്ത സാധനമൊക്കെ കഴിച്ചിട്ട് എന്ത് കിട്ടാനാണ്. അതുമാത്രമല്ല, നമ്മുടെ ശ്രുതിക്ക് പുറത്തു പോയി ആഹാരം കഴിച്ചെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പവും. കാരണം ശ്രുതിക്ക് പുറത്തു പോകുമ്പോൾ ആഹാരം കഴിക്കാൻ ആരും അറിയില്ല. അപ്പം ശ്രുതി അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുന്നില്ല, പുറത്തു പോയി ആഹാരം കഴിക്കാം. പിന്നെ ഈ അച്ഛനൊന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇല്ലാത്ത അച്ഛന് വേണ്ടിയാണല്ലോ ഈ വ്രതമൊക്കെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രുതി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക്. 48 ദിവസത്തെ കഠിന വ്രതമാണല്ലോ. അങ്ങനെ ഈ സമയത്താണ് സച്ചിയാണെങ്കിൽ പരമാവധി നമ്മുടെ ശ്രുതിനെ ചെയ്യാവുന്നതിനും അപ്പുറം കുത്തി 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 ഓരോന്ന് ചെയ്യുന്നുണ്ട്. നമ്മുടെ സച്ചിക്ക് ശ്രുതിയോടുള്ള ആ ഒരു മനസ്സിലെ വൈരാഗ്യമൊക്കെ ഇതുകൊണ്ട് തന്നെ തീർക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ശ്രുതി വീണ്ടും ജോലിയൊക്കെ തേടി പോവുകയാണ്. ജോലിയൊന്നും കിട്ടുന്നില്ല. കാനഡയിൽ പോകണമെന്ന് ഭയങ്കര സ്വപ്നമൊക്കെയാണ്. ലാസ്റ്റ് നമ്മുടെ ശ്രുതി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, കാനഡയിൽ അങ്ങ് പോവുകയാണെങ്കിൽ ഇനിയിപ്പം ശ്രുതിനെയും കൂട്ടി ശ്രുതിക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഈ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. മാത്രമല്ല ചന്ദ്രയുടെ ഈ ശല്യം ഉണ്ടാവില്ല. അച്ഛൻ എന്തിയെ, അച്ഛൻ വരാത്തത് എന്താ, അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ മീരയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മീര ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഇതിനെയൊക്കെ മീര അഭിമുഖീകരിക്കുന്നത്. കാരണം മീരയ്ക്ക് ചിരി മാത്രമേ ഉള്ളൂ. നമ്മുടെ ശ്രുതി തന്നെ കുഴിച്ച കുഴിയാണല്ലോ, അതിൽ ശ്രുതി എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇത് കേട്ടിട്ട് മീരയ്ക്ക് ചിരിയാണ് വരുന്നത്, പട്ടിണി കിടത്തുന്ന കാര്യവും അതുപോലെ വ്രതം എടുക്കുന്ന കാര്യവും ഒക്കെ കേട്ടിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴെന്തേ നമ്മുടെ നീലിമയുടെ പ്രശ്നം അത് വലിയൊരു പ്രശ്നമാകാൻ പോവാണ്. നമ്മുടെ നീലിമ എല്ലാവരെയും വെട്ടിച്ചുകൊണ്ട് നീലിമ ഇങ്ങനെ മുങ്ങി നടക്കുകയാണല്ലോ. വലിയ പണക്കാരിയായിട്ട് നീലിമ ഇവിടെ വന്ന് സ്ഥലമൊക്കെ മേടിച്ചു. അങ്ങനെ സച്ചിയുടെ കാറിൽ ഇങ്ങനെ വിരസി നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ സച്ചി ഒരു ദിവസം ഇങ്ങനെ ഓട്ടം കൊണ്ടുപോകുന്ന ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ഓട്ടം കൊണ്ടുപോകുമ്പോഴത്തേക്കും അപ്പൊ ഈ പെണ്ണിന് നീലിമയ്ക്ക് നാളെ എങ്ങാണ്ട് പോണം. അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഏജൻസിയിലൊക്കെ പോയിട്ട് നാളെ അങ്ങോട്ട് പോകണം. അപ്പൊ ആ ഒരു ഏജൻസി കൊണ്ടുപോയി എല്ലാം റെഡി ആയോ എന്നൊക്കെ ഇങ്ങനെ സച്ചിയുടെ വണ്ടിയിൽ ഇങ്ങനെ പോയാണ് നോക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ, ആ ഏജൻസി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ നീലിമയോട് അവിടെയുള്ള സ്റ്റാഫ് പറയാണ്, അതെ മേഡത്തിനെ തിരക്കി 2 പേര് വന്നിട്ടുണ്ടായിരുന്നു, മേഡത്തിന്റെ മുത്തശ്ശി അങ്ങാണ്ട് മരിച്ചുപോയി, ആ വിവരം പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നീലിമ ഞെട്ടിപ്പോവുക. 2 പേര് എന്നെ തിരക്കി വന്നെന്നോ, അത് മുത്തശ്ശി, എനിക്കില്ലാത്ത മുത്തച്ഛി മരിച്ചു പോയെന്നോ. അപ്പൊ എന്തൊക്കെയോ ഒരു ദുരൂഹത അതിൽ മണക്കുന്നുണ്ടെന്ന് നമ്മുടെ നീലിമയ്ക്ക് മനസ്സിലായപ്പോ നീലിമ പറഞ്ഞു, അതെ ഇനി ഇപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോ, ഹേ ഇല്ല, ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല മേഡം, അങ്ങനെ കൊടുക്കാനുള്ള ഒരു റൂൾസ് ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, മേഡം പേടിക്കേണ്ട, മേഡം ധൈര്യമായിട്ട് നാളെ കാനഡയിലേക്ക് കയറി പൊക്കോളാൻ പറയാണ്. അങ്ങനെ നമ്മുടെ നീലിമ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ നീലിമയ്ക്ക് എന്തൊക്കെയോ സംശയമൊക്കെ ഉണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ നീലിമ സച്ചിയുടെ വണ്ടി കയറി. സച്ചിയുടെ വണ്ടിയിലാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര പോകുന്നത്. അപ്പൊ സച്ചിയുടെ വണ്ടി കയറി. അപ്പൊ വേറൊരു കൂട്ടുകാരി നീലിമ വണ്ടിക്കകത്തിരുന്ന് ഫോൺ വിളിക്കാം. എന്നിട്ട് പറഞ്ഞു, അതെ എടി, ആ ബ്യൂട്ടി പാർലറിൽ ഒന്ന് ബുക്ക് ചെയ്തേരെ, എനിക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി ഒന്ന് ഫേഷ്യൽ ചെയ്യണം, നാളെ പോകാനുള്ളതല്ലേ എന്ന് പറയുമ്പം, അയ്യോ അവിടെ ബ്യൂട്ടി പാർലർ ഇന്ന് അവധിയായെന്നിങ്ങനെ അപ്പറേ ഫോൺ സംഭാഷണം നമുക്കും കേൾക്കാട്ടോ. അപ്പറേ ഇന്നിങ്ങനെ മറുപടി കൊടുത്തപ്പോഴത്തേക്കും, ഇനിയിപ്പോ എന്താ ചെയ്യുക, എന്നാ നീ ഫോൺ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് നീലിമ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ്, അത് പിന്നെ മേഡത്തിന് ബ്യൂട്ടി പാർലറിൽ പോകാനാണെങ്കിലേ ഞാൻ ഒരു ബ്യൂട്ടി പാർലർ എൻ്റെ പേര് പറയാം, ഗ്രീൻലാൻഡ്.
അവിടെ നന്നായിട്ട് ഫേഷ്യലും അല്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ മേഡം ഒരു കാര്യം ചെയ്യുക, ഇവിടെ തൊട്ടടുത്താണ്, വേണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടാക്കാം. നല്ല ബ്യൂട്ടി പാർലറാ, അതും നല്ല പേര് കേട്ട ബ്യൂട്ടി പാർലറൊക്കെ തന്നെയാണ്. അവിടെയുള്ള സ്റ്റാഫൊക്കെ അത്രയ്ക്ക് ഗുണമില്ലാത്തതാണെങ്കിലും പക്ഷേ ഈ കാര്യത്തിൽ, അതായത് ബ്യൂട്ടി പാർലറിൽ മേക്കപ്പ് ഇടാനും അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്യാനും ആ കാര്യത്തിൽ നല്ല മിടുക്കിയായിട്ടൊരു പെണ്ണാണ് ഉള്ളത്. അപ്പം അവിടെ ആ ഒരു പെണ്ണുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ട് മേഡത്തിന് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടാക്കാന്ന് പറയുമ്പോൾ, ആണോ എങ്കിൽ പിന്നെ എന്നെ ഒരു കാര്യം ചെയ്യുക സച്ചി, അങ്ങോട്ടേക്ക് കൊണ്ടുവിടാൻ പറയാം. നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്കാണ് നീലിമേനെ കൊണ്ടാക്കാൻ പോകുന്നത് സച്ചി. ഈ സച്ചിക്ക് അറിയില്ല നീലിമ ആരാണെന്ന്, അങ്ങനത്തെ ഒരു ബന്ധവും ഇവർക്ക് അറിയില്ലല്ലോ. സച്ചിക്കും അറിയില്ല, നീലിമയ്ക്കും അറിയില്ല. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെ വല വിരിച്ച് നോക്കിയിരിക്കുകയാണ് നീലിമയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നീലിമയാണ് തന്റെ ബ്യൂട്ടി പാർലറിലേക്ക് ഇങ്ങനെ വരാൻ പോകുന്നു എന്നൊന്നും യാതൊരു പ്രതീക്ഷയൊന്നും നമ്മുടെ ശ്രുതിക്കില്ല. അങ്ങനെ ശ്രുതി അവിടെ ബ്യൂട്ടി പാർലറിൽ ഒരാളെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ദേ ഇതാണ് മേഡം, നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബ്യൂട്ടി പാർലർ, നല്ലൊരു സ്റ്റാഫ് അവിടെ ഉണ്ട്, ശ്രുതി എന്നാണ് പേര്. അപ്പൊ ആ പുള്ളിക്കാരിനെ കൊണ്ട് ചോദിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ശരിയാണല്ലോ, നമ്മുടെ ശ്രുതി മേക്കപ്പിന്റെ കാര്യത്തിൽ മിടുക്കിയാണ്, സച്ചിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് സച്ചി അങ്ങനെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ നമ്മുടെ നീലിമ എന്ത് ചെയ്യുന്നു, നേരെ ഗ്രീൻലാൻഡിലേക്ക് കയറി ചെല്ലുന്നു. അപ്പൊ അവിടെ ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റാഫിനോട് പറഞ്ഞു, അതെ എനിക്ക് ഒന്ന് ഫേഷ്യൽ ചെയ്യണം, പിന്നെ പിരികു ഒന്ന് ത്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞു, ഐബ്രോ ഒന്ന് ത്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനിപ്പോ എന്താ, അകത്തേക്ക് കയറി പൊക്കോളൂ, അവിടെ ഇപ്പൊ ഒരാൾ ഇരിപ്പുണ്ട്, അയാൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. പറഞ്ഞു ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയാണോ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അതെ അതെ ശ്രുതി മേഡം തന്നെയാണുള്ളത്, ശ്രുതി മേഡം തന്നെ ചെയ്തു തരും എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുന്നു, മറ്റേ പെൺകുട്ടി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നീലി ഭാഗത്തേക്ക് കയറി ചെല്ലുന്നു. ശ്രുതി അവിടെ നിന്നിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹലോ മേഡം എന്നിങ്ങനെ നീലിമ വിളിക്കുകയും തിരിഞ്ഞു നോക്കുന്നതും ശ്രുതി ഞെട്ടിപ്പോവാണ്. ശ്രുതിക്ക് അറിയാം, ശ്രുതി ആ ഫോട്ടോ കണ്ടായിരുന്നല്ലോ നീലിമയുടെ. ഒന്ന് പെട്ടെന്ന് ശ്രുതി ബാക്കിലേക്ക് ചിന്തിക്കുക, അന്ന് നമ്മുടെ ശ്രുതി ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചത്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവുക, എൻ്റെ ഈശ്വര ഇതാണല്ലോ നീലിമ, ഇതാണല്ലോ ശ്രുതിയെ പറ്റിച്ചിട്ട് 50 ലക്ഷം കൊണ്ട് മുങ്ങിയ പെണ്ണ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നീലിമ ശ്രുതിയുടെ നിപ്പ് കണ്ടിട്ട്, ഹലോ മേഡം, എന്താ മേഡം ഇങ്ങനെ നോക്കുന്നത്, വല്ല മുൻപരിചയം ഉണ്ടോ? ഒന്നുമില്ല. അല്ല എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒന്ന് ത്രെഡ് ചെയ്യണം, ഒന്ന് ഫേഷ്യൽ ചെയ്യണം. പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റുമോ? ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം ചെയ്തു തരണം കേട്ടോ എന്ന് പറഞ്ഞപ്പം, അതിനിപ്പോ എന്താ 1 മണിക്കൂറിനുള്ളിൽ മേഡത്തിന്റെ ഷേപ്പ് തന്നെ ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞപ്പോ, എന്താ? അല്ല 1 മണിക്കൂറിനുള്ളിൽ മേഡത്തിന് നല്ല ബ്യൂട്ടിഫുൾ ആക്കി തരാന്നാ ഞാൻ പറഞ്ഞത്. മേഡത്തിന് ഇപ്പൊ ഈ ഒരു ഷേപ്പൊക്കെ മാറി അതീവ സുന്ദരിയാക്കി തരാന്നാ ഞാൻ പറഞ്ഞത്. മേഡം ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞു. ഒരു 2 മിനിറ്റ് മേഡം ഇവിടെ ഇരിക്കാൻ, ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഫോണും എടുത്തോണ്ട് അങ്ങ് പുറത്തു പോയി. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ സുധീനെ വിളിക്കുക. സുധി പെട്ടെന്ന് നീ ബ്യൂട്ടി പാർലറിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി ചോദിച്ചു, എന്തിനാ ഞാനിപ്പം ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നത്? അത് പിന്നെ നീ പെട്ടെന്ന് വന്നേ പറ്റൂ. എന്തിനാ, ഞാനാണിപ്പം ജോലി അന്വേഷിച്ച് നടക്കുക. അത് പിന്നെ നീ എത്രയും പെട്ടെന്ന് വരണം, നമ്മള് തേടി നടന്ന നീലിമ, നിന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം മുക്കിയ നീലിമ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ നീ എന്താ തമാശ പറയുവാണോ ശ്രുതി എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല, ഫോൺ കട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് സുധീനോട് വരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ സുധി ഞെട്ടിപ്പോവാണ്. ഏതായാലും ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ സുധി അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ വേറൊരു സീനും കൂടെ കാണിക്കുന്നുണ്ടേ. നമ്മുടെ രേവതി ആണെങ്കിൽ പൂ ഇങ്ങനെ വെക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ, അതും സ്കൂട്ടിയിലാണല്ലോ പുള്ളിക്കാരി ഇപ്പം പൂ കൊണ്ട് വെക്കുന്നത്. അങ്ങനെ ഒരു ചേച്ചിയുടെ കടയിൽ കയറിയിട്ട് നമ്മുടെ ശ്രുതി പൂ കൊടുക്കുകയാണ്. അപ്പൊ ഈ നോ പാർക്കിംഗ് എഴുതി വെച്ചേക്കുന്ന സ്ഥലത്താണ് നമ്മുടെ രേവതി ഇത് ഇട്ടിരിക്കുന്നത്, സ്കൂട്ടി ഇട്ടിരിക്കുന്നത്. അങ്ങനെ രേവതി ആ ഒരു പൂ കൊണ്ടുപോയി ആ കടയിലേക്ക് കൊടുത്തു. രേവതി ശ്രദ്ധിച്ചുമില്ല, അവിടെ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് നമ്മുടെ രേവതി ശ്രദ്ധിച്ചുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ പൂ എടുക്കാൻ വേണ്ടി അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി വിശേഷമൊക്കെ തിരക്കാണ്. അപ്പം പുള്ളിക്കാരിയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മേടിച്ചു തന്ന വണ്ടിയാണ്. നീ ഭാഗ്യവതിയാണല്ലോ രേവതി, ഈ കാലത്ത് സാധാരണ മിക്ക ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കുന്നതാ ഇഷ്ടം, അവരെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷെ നിന്റെ ഭർത്താവ് അങ്ങനെയല്ലല്ലോ, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ നിന്നെ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി വിടുന്നുമുണ്ടല്ലോ നിന്റെ ഇഷ്ടത്തിന്, നിന്റെ ഭാഗ്യം തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ കേട്ട് നിന്ന് ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് പിന്നെ ചേച്ചി എനിക്ക് കുറച്ച് പൂക്കൾ ഇനിയും വിൽക്കാനുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ, അയ്യോ രേവതി ഒരു 2-3 മിനിറ്റ് ഒന്ന് നീ കടയിൽ നിൽക്കണം, ഞാനൊന്ന് വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ, ഇവിടെ അടുത്താണല്ലോ എൻ്റെ വീട്, അപ്പോൾ ഒന്ന് പോയിട്ട് വരട്ടെ, ഈ പൂ ഒന്ന് കൊണ്ടുവച്ചിട്ട് ഓടി വരാം
ഇവിടെ വെച്ച് കഴിഞ്ഞ് ഇത് വാടിപ്പോവും, ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവയ്ക്കാനാന്ന് പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, അയ്യോ ചേച്ചി എനിക്ക് ഇപ്പൊ തന്നെ പോണം ചേച്ചി, ശരിയാവില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അങ്ങനെ പറയല്ലോ മോളെ രേവതി, നീ ഇവിടെ നിൽക്കി, ഇപ്പൊ ഞാൻ വരാന്നേന്ന് പറഞ്ഞു പുള്ളിക്കാരി അങ്ങ് പോയി രേവതിനെ കടയിൽ ഏൽപ്പിച്ചിട്ട്. ബൈക്ക് ഇതേ നോ പാർക്കിംഗ് എന്ന് എഴുതിയ സ്ഥലത്താണ് കിടക്കുന്നത്. അത് വലിയ വിഷയമുള്ള കാര്യമാണെന്ന് നമ്മുടെ രേവതിക്കോട്ട് അറിയത്തുമില്ല. രേവതിക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് വലിയ എക്സ്പീരിയൻസോ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം ഇങ്ങനെയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ആ വണ്ടി അവിടെ നോ പാർക്കിംഗ് എന്ന് എഴുതിയ സ്ഥലത്താണ് കിടക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി നീലിമേനെ ഇങ്ങനെ ത്രെഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീലിമയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ത്രെഡൊക്കെ ചെയ്തത്, അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുണ്ട്, ഇനി അടുത്തത് ഫേഷ്യലും കൂടെ ചെയ്യാൻ പറയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി കയറി വരിക. ശ്രുതി കയറി വന്ന് നീലിമയുടെ പുറകിൽ നിൽക്കുകയും, ഈ കണ്ണാടി ഉണ്ടല്ലോ ബ്യൂട്ടി പാർലറിലെ ഫ്രണ്ടില്, നീലിമ കണ്ണാടി നോക്കിയപ്പോൾ പുറകിൽ ദേ നിൽക്കുന്നത് നമ്മുടെ ശ്രുതി. ഒറ്റ ഞെട്ടായിരുന്നു നീലിമയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീലിമ പേടിച്ചു പോയില്ല. നീലിമ കണ്ണും തള്ളി പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് പുറകോട്ട് അങ്ങ് തിരിഞ്ഞിട്ട് ശ്രുതി എന്നൊരു വിളി വിളിച്ചപ്പോഴത്തേക്കും, അതേടി ഞാൻ ശ്രുതിയാടി, എന്താ നീ എന്നെ മറന്നുപോയോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, നിനക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എടി പേരും കള്ളി, നീ ഒരു സ്ത്രീയാണോടി? നീ എന്നെ ചതിച്ചില്ലേടി വഞ്ചകി, നീ എന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ എടുത്തോണ്ട് മുങ്ങിയില്ലേടി വൃത്തികെട്ടവളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നീലിമ, മേഡം മാറി നിൽക്കി ഞാൻ പോവാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പോകരുത്, നിന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയിട്ട്, പെട്ടെന്ന് നമ്മുടെ നീലിമ പേടിച്ചു പോയിട്ട് ആ സീറ്റിൽ തന്നെ ഒന്ന് ഇരുന്നിട്ട്, അത് പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ എടി വാടി ബോഡി എന്നൊക്കെ വിളിക്കുന്നത്, മര്യാദയില്ലാത്ത സംസാരിക്കുന്നത്, പിന്നെ ഞാനും ഈ നിൽക്കുന്ന ശ്രുതിയും തമ്മിൽ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം, മാറി നിൽക്കി ഞാൻ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറയുന്നത്, ദേ ഈ നിൽക്കുന്ന ഇവളില്ലേ അതാരാണെന്ന് നിനക്കറിയാമോ? ഈ നിൽക്കുന്നവള് ഇവളെ എന്റെ ഭാര്യയാടി, എന്റെ ഭാര്യ. നീ എന്താ വിചാരിച്ചത്? നീ എനിക്ക് ചതിച്ചിട്ട് പോകുമ്പം എനിക്ക് വേറൊരു ജീവിതം കിട്ടില്ല, ഞാൻ കടന്ന് നരകിച്ച് നിന്നെ ഓർത്ത് നടക്കുന്നോ? ഇല്ലടി, ദൈവം എനിക്ക് കൊണ്ടുതന്ന ദേവതയാടി ഇവളെ എന്റെ ഭാഗ്യവാടി. ദേ ഇവളെ എനിക്ക് ദൈവമായിട്ട് കൊണ്ടു തന്നതാ. നിന്നെ പോലുള്ള ഒരു വൃത്തികെട്ടവളെ കെട്ടാതെ ഇവളെ കെട്ടിയത് എന്റെ ഭാഗ്യമാടി. അന്ന് നീ ഉണ്ടല്ലോ ഒഴിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവളെ കിട്ടില്ലായിരുന്നടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ അങ്ങ് പൊക്കി പറയാ. ശ്രുതിനെ അങ്ങ് പൊക്കി പറയാ ശ്രുതി ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നിങ്ങൾ മാറിക്കാൻ ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നീലിമ പോകാൻ തുടങ്ങുമ്പോ, ഇരിക്കാനാ നിന്നോട് പറഞ്ഞത്, നീ എന്താ ഓർത്തത്? പറ്റിച്ചിട്ട് അങ്ങ് മുങ്ങിക്കളയാന്നോ? നീ എന്താ വിചാരിച്ചത് ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നോ? അതെ, നിനക്ക് നാണമില്ലേടി ഒരു പാവം പയ്യനെ പറ്റിക്കാനായിട്ട്? അപ്പോഴത്തേക്ക് നീല് പറഞ്ഞു, ഇവനാണോ പാവം? ഇവൻ പാവാടി, ഒരു ഇന്നസെന്റ് അടി ഇവന്, അതുകൊണ്ടല്ലേടി നീ ഇവനെ പറ്റിച്ചത്. ദേ നീ ഇവനെ പറ്റിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നിനക്ക് എന്നെ പറ്റിക്കാൻ പറ്റില്ലടി. 50 ലക്ഷം രൂപ നീ തന്നിട്ട് ഇവിടുന്ന് പോയാ മതി, ഇല്ലെങ്കിലേ ദേ നീ കാനഡയ്ക്ക് പോകാൻ നിൽക്കുമല്ലേ നാളെ. പോലീസിനെ വിളിക്കുക ശ്രുതി, പോലീസിനെ വിളിക്കുക. ഇവളെ പോലീസിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ നാളെ എങ്ങനെ കാനഡയ്ക്ക് പോകുന്നു നമുക്കൊന്ന് അറിയണമല്ലോ. നിനക്കറിയാലോ, പോലീസ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെ പറക്കാൻ പറ്റത്തില്ല, നീ പിന്നെ കേരളത്തിൽ നിൽക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, ഒന്നെങ്കിൽ നീ 50 ലക്ഷം രൂപ ഇപ്പൊ എടുത്തോ, അല്ലെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോകും, പിന്നെ നീ കാനഡ ഒരിക്കലും കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ പേടിച്ചു വിറച്ചു പോവുകയാണ് കേട്ടോ നമ്മുടെ നീലിമ. എന്നിട്ടും നീലിമ പേടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ഞാൻ പോവാ, എനിക്ക് പോണം, നിങ്ങൾ മാറി നിൽക്കാനാ പറഞ്ഞത്. ഇവനെ ഞാൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവന്റെ കഴിവുകേട്, പിന്നെ ഇവന്റെ കൂടെ ഞാൻ ഒരു 5-6 മാസം കഴിഞ്ഞല്ലോ, അതിന്റെ ഇതായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ, വെച്ചി നാണമില്ലടി നിനക്ക്, നീ ഇങ്ങനത്തെ ഒരുത്തിയായിരുന്നോടി, നാണമില്ലല്ലോടി ഒരു ആണിന്റെ കൂടെ കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട്, നീയൊക്കെ ഏത് തരത്തിലുള്ള പെണ്ണാടി, ഇതിനൊക്കെ വേറെ പേരാടി വിളിക്കുന്ന, ആ പേരെന്നെ കൊണ്ട് വിളിപ്പിക്കരുതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ അതും ഇതുമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നീലിമ അമ്പിലും വില്ലിലും അടുക്കാൻ തയ്യാറാകുന്നില്ല, പൈസ കൊടുക്കാന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇവര് ഗതി കെട്ടിട്ട് ശ്രുതിയും കൂടെ നേരെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കാണ് കേട്ടോ. കാരണം അല്ലാതെ ഒരു രക്ഷയും ഇല്ലാന്ന് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവായി പോവുകയല്ലേ നമ്മുടെ നീലിമ. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിനെ വിളിക്കുന്നത് നല്ലതെന്ന് മനസ്സിലായിട്ട് നേരെ ശ്രുതി പോലീസിനെ വിളിച്ചു. ഏതായാലും ഈ സമയത്ത് ദേ നമ്മുടെ രേവതി അവിടെ ഒരു ചേച്ചിയുടെ കടയിൽ നിൽക്കുകയാണല്ലോ. ചേച്ചിയുടെ കടയിൽ നിന്ന് ചേച്ചി വന്നപ്പോൾ തിരിച്ചിറങ്ങിയ രേവതിയുടെ ബൈക്ക് കാണുന്നില്ല. രേവതിയുടെ ബൈക്ക് എന്ത് ചെയ്തു? പോലീസ് എടുത്തോണ്ട് പോയി. നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ച സ്ഥലത്ത് ആരെങ്കിലും കൊണ്ടുപോയി സ്കൂട്ടി പാർക്ക് ചെയ്യുമോ? അങ്ങനെ ബൈക്ക് എടുത്തോണ്ട് പോകുകയും ചെയ്തു. രേവതി പേടിച്ചു പോയി, എന്റെ ബൈക്ക് കാണുന്നില്ലെന്ന്. അപ്പൊ അവിടെ ഒരു പിച്ചക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ പിച്ചക്കാരൻ അമ്മ തായേന്ന് പറഞ്ഞ് ഇരിപ്പുണ്ട്. അപ്പൊ ആ പിച്ചക്കാരന് പൈസയും കൊടുത്തിട്ട്
രേവതി അയാളോട് ചോദിച്ചു, ഇവിടെ ഇരുന്ന ബൈക്ക് നിങ്ങൾ കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം അത് പിന്നെ പോലീസുകാർ വന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ആ പിച്ചക്കാരൻ. അപ്പോഴത്തേക്കുമാണ് രേവതി പേടിച്ചു പോന്നു. പോലീസുകാർ കൊണ്ടുപോയെന്നോ? അയ്യോ, എന്റെ സ്കൂട്ടി എന്തിനാ പോലീസുകാർ കൊണ്ടുപോയത്? അപ്പൊ ആ പിച്ചക്കാരൻ പറയും, ഇവിടെ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് മേഡം കണ്ടില്ലേ, അതുകൊണ്ടാണ് പോലീസുകാർ കൊണ്ടുപോയത്. പോയി, എല്ലാം പോയി അമ്മേ, എല്ലാം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ വട്ടനാട്ടോ ഇച്ചിരി പ്രശ്നമുള്ളൊരു പിച്ചക്കാരനാണ്. പിച്ചക്കാരൻ കൈ കൊട്ടിച്ചിരിക്കുക. രേവതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. രേവതി എന്ത് ചെയ്തു? രേവതി വിട്ടടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. എൻ്റെ ഈശ്വര, സച്ചേട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലൂല്ലോ. ആദ്യത്തെ കോർപ്പറേഷൻകാരൻ്റെ എൻ്റെ കട എടുത്തോണ്ട് പോയി, ഇപ്പൊ എൻ്റെ സച്ചേട്ടൻ മേടിച്ചു തന്നെ എൻ്റെ വണ്ടിയും കൂടെ എടുത്തോണ്ട് പോയല്ലോ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ പോലീസുണ്ട്. പക്ഷെ പോലീസ് വണ്ടി കൊടുക്കണമെങ്കിൽ മറ്റേ വെഹിക്കിളോ അങ്ങനെ ആരാണ്ട് വരണം. അപ്പൊ അങ്ങനെ എന്തോ ആരാണ്ട് വന്നാൽ മാത്രമേ ഈ വണ്ടിയുടെയൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുകാർ വന്നാൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ SIക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ രേവതിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരിക. പക്ഷെ രേവതിക്ക് അവിടെ ഫൈനും അടയ്ക്കണം. രേവതിയുടെ കയ്യിൽ പൈസയും ഇല്ല. എന്ത് ചെയ്യും? നമ്മുടെ സച്ചിനെ വിവരം അറിയിക്കാതെ രക്ഷയില്ല. അങ്ങനെ പേടിച്ച് വിറച്ച് ഒരു നിവർത്തി കേട്ടിട്ട് നമ്മുടെ സച്ചിനെ ഫോൺ വിളിച്ച് പറഞ്ഞു. സച്ചി ആണെങ്കിൽ എന്ത് പണിയാ രേവതി നീ കാണിച്ച, നീ ഒരു കാര്യം ചെയ്ത് നീ അവിടെ നിൽക്കി, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഈ സമയത്തായിക്കോട്ടെ പോലീസ് അതായത് നമ്മുടെ നീലിമേനെ കൊണ്ടുപോകാനായിട്ട് ബ്യൂട്ടി പാർലറിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ നീലിമ കുറെ അടവൊക്കെ കളിച്ചു. ഇവരെന്നെ ഇവിടെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തുകയാണ്, എന്നെ രക്ഷിക്കണം സാർ എന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഒരു 6 മാസം മുമ്പ് തന്നെ ഇവർ കേസ് തന്നിരുന്നു, അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരെയും കൂടെ പോലീസ് കൊണ്ടുപോവാണ്. നമ്മുടെ ശ്രുതിനെയും അതുപോലെ സുധീനെയും നമ്മുടെ നീലിമേനെയൊക്കെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ കേട്ടോ രേവതി ഉള്ളത്. പക്ഷെ രേവതി ഇവരെ കൊണ്ടുപോയി ഇറക്കുന്നൊന്നും കാണുന്നില്ല. ഇവര് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അകത്ത് പോയി. പിന്നെ അവിടെ മൊത്തം നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദം നടക്കുകയാണ്. നമ്മുടെ നീലിമയാണെങ്കിൽ ഓരോ നുണകൾ ഇങ്ങനെ പറയുക, ഞാൻ ഒരിക്കലും ഇവന്റെ പൈസ എടുത്തിട്ടില്ല, ഇവൻ അതെനിക്ക് തന്നതാണ്, അതിപ്പോ എന്റെ വക്കീൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. ആ സ്പോട്ടിൽ തന്നെ വക്കീൽ വന്നു. നീലിമയുടെ വക്കീൽ വന്നിട്ട് തെളിവുകളെല്ലാം ഹാജരാക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരാളുടെ ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അയാളുടെ ഒപ്പ് വേണം. നമ്മുടെ സുധി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് സുധിക്ക് അറിയില്ലായിരുന്നു ഒപ്പിടുന്നത് എന്തിനാണെന്നൊന്നും. സുധി നീലിമേനെ കണ്ണും പൂട്ടി വിശ്വസിച്ചത് കൊണ്ട് തന്നെ പല പേപ്പറിലും ഒപ്പിട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ സമ്മതത്തോടു കൂടിയാണെന്നും പറഞ്ഞ് ആ ഒരു പ്രൂഫ് കാണിക്കുകയാണ്. അപ്പൊ പോലീസുകാർ ചോദിച്ചു, അപ്പൊ നിന്റെ സമ്മതത്തോടു കൂടി തന്നെ ആണല്ലോ എന്ന് പറയുമ്പോ, അയ്യോ എനിക്കിത് അറിയില്ലായിരുന്നു, ഇതിനാ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാനല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല, എനിക്ക് അതിന്റെ കാര്യമില്ല, എന്റെ സമ്മതം ഇല്ലായിരുന്നു എന്ന് തന്നെ നമ്മുടെ ശ്രുതി ഉറപ്പിച്ചു പറയുകയാണ്. ഇതിനിടയിൽ ശ്രുതി പറയുന്നുണ്ട് സുധീനെ, നീ എന്ത് പൊട്ടത്തരവാടാ കാണിച്ചത്, നിനക്ക് വിവരവും പഠിപ്പും ഉള്ളതല്ലേ, നിനക്ക് അതൊന്ന് വായിച്ചു നോക്കത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു വെള്ള പേപ്പറിലാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്, അതിനു മുമ്പ് ഇതൊന്നും എഴുതിയിട്ടില്ലായിരുന്നു എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമാവുകയാണ്. ലാസ്റ്റ് നമ്മുടെ നീലിമയുടെ വക്കീലിന് മനസ്സിലായി, ഇനിയിപ്പം ഇത് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീലിമയ്ക്ക് പോകാനായിട്ട് പറ്റില്ല വെളിയിലേക്ക്. അപ്പൊ അതുകൊണ്ട് കാനഡയ്ക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് നീലിമേനെ കൊണ്ടുപോയി മാറ്റി നിർത്തിയിട്ട് പറയാണ്, ഒരു കാര്യം ചെയ്യുക, വക്കീലാട്ടോ പറയുന്ന നീലിമയുടെ, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇപ്പം ഒരു പകുതി പൈസ കൊടുക്കുക, ബാക്കി പകുതി പൈസ പിന്നെ കൊടുക്കാന്ന് പറയാം. ഏതായാലും നിങ്ങൾ കാണിച്ചത് നെറിയടക്കം തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് ഒക്കെ വളരുകയും ചെയ്തു ആ 50 ലക്ഷം കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 50 ലക്ഷം കൊടുക്കാമല്ലോ. ഇപ്പൊ ഒരു 25 ലക്ഷം കൊടുക്കുക, എന്നിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ കേസ് ഫയൽ ചെയ്ത ഒരിക്കലും നാളെ കാനഡയ്ക്ക് പോകാൻ പറ്റില്ലെന്ന്. അങ്ങനെ നമ്മുടെ നീലിമയ്ക്ക് ആ ഒരു 25 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിലുണ്ട്. സച്ചി ആണെങ്കിൽ രേവതിയുടെ വണ്ടി ഇറക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടി നടക്കുകയൊക്കെയാണ്. ഏതായാലും ഇത് നമ്മുടെ സച്ചി അറിയും, ഈ 25 ലക്ഷം രൂപ ആരുടെ കൈ കിട്ടിയെന്ന്, നമ്മുടെ സുധിയുടെ കൈ കിട്ടിയെന്ന്. പിന്നെ എന്താ പറയേണ്ട കാര്യമുണ്ടോ? ഇത് ഉറപ്പായിട്ടും വീട്ടിൽ ചെന്ന് നമ്മുടെ സച്ചി പറയും 25 ലക്ഷം രൂപ കിട്ടി, അത് അച്ഛന്റെ പൈസയാണ്, അത് അച്ഛന് കൊടുക്കണം എന്ന് പറയും. ഏതായാലും പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നത്തെ ആഴ്ചയിൽ കണ്ടാൽ പോരാ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷം ഈ ഒരു സീനും കൊണ്ടൊക്കെ ആയിരിക്കും തീരാൻ പോകുന്നത്. അതായത് ഞാനൊരു 7 എപ്പിസോഡ് ഒരുമിച്ച് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഇത് 7 എപ്പിസോഡാണ്. ആ 7 എപ്പിസോഡ് ഞാൻ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വിശേഷവുമായിട്ട് അടുത്ത ആഴ്ചയിലെ നെക്സ്റ്റ് പ്രമോയുമായിട്ട് നമുക്ക് ഒരു ശനിയാഴ്ച കാണാം അല്ലെ, അടുത്ത ശനിയാഴ്ച കാണാം അല്ലെ. അപ്പം നാളത്തെ വിശേഷവും ഇതിന്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം പറഞ്ഞ ഭാഗമൊക്കെ നാളത്തെ വിശേഷത്തിൽ വരുന്നതാണ്. നമ്മുടെ ശ്രുതിനെ ഇട്ട് നെട്ടാവോട്ടോ അല്ല, ഓട്ടക്കൊട്ടയെ വെള്ളമൊക്കെ കോരിക്കുന്നത്.
നമ്മുടെ ശ്രുതിനെ കൊണ്ട് ഉപ്പില്ലാത്ത കഞ്ഞി കുടിപ്പിക്കുന്നതും അതുപോലെ ശ്രുതിനെ കൊണ്ട് കോലം ഇടിയിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം. ലൈക്ക് അടിച്ചിട്ടല്ല, സോറി, ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. പിന്നെ ലൈക്കും കൂടി അടിച്ചേക്കണം കേട്ടോ. നമ്മളിത് എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കമന്റിലൂടെ പറയുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മളൊരു വാക്ക് മതിയായിരിക്കും, ചിലപ്പോൾ നമ്മൾ പറയാത്തത് കൊണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യില്ല. നമ്മൾ പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടിയാട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.